അതിന് പറയേണ്ടുന്ന ഒരു കാര്യം, ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴേ അത് എത്രത്തോളം വിലയാണ്, അത് വാല്യൂ ആണ് നമ്മൾ അതിന് കൊടുക്കുക. പ്രിയപ്പെട്ട ടോസ്റ്റ്മാസ്റ്റേഴ്സ് വിശിഷ്ടാദികൾ എല്ലാവർക്കും നമസ്കാരം. ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു, എങ്ങനെ ജീവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ആകെ തുകയാണ് ഈ ചോദ്യത്തിന് ഉത്തരമായി കിട്ടുക. നമ്മൾ എത്ര മനോഹരമായാണ് മറ്റുള്ളവരോട് പ്രവർത്തിക്കുക, അവരുമായി വർത്തിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ ആകെ തുകയായ ഉത്തരമാണ് നിങ്ങൾ മരിച്ചാൽ ആര് കരയും എന്നുള്ളത്. സത്യത്തിൽ പ്രശസ്തരായ ആൾക്കാർ, സെലിബ്രിറ്റികൾ മറ്റുമൊക്കെ മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കർണാടകയിലുള്ള ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ ട്രാൻസ്ഫർ വെച്ച് വേറെ സ്കൂളിലേക്ക് പോയപ്പോൾ നടന്ന സംഭവങ്ങൾ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. അവിടെ അരിവെപ്പുകാരി മുതൽ പ്രിൻസിപ്പൾ വരെ കുട്ടികളും അധ്യാപകരും പാരന്റ്സും ഒക്കെ ഒരുപോലെ കരഞ്ഞു. അധ്യാപകനെ കാലിൽ കെട്ടിപ്പിടിച്ചു. മന്ത്രിസഭ ഇടപെട്ട് ആ ട്രാൻസ്ഫർ പോലും ക്യാൻസലാക്കിയിട്ട് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ അധ്യാപകൻ എന്തായിരിക്കും കുട്ടികൾക്ക് വേണ്ടി ചെയ്തത്, ഈ സ്കൂളിന് വേണ്ടി ചെയ്തത്? എന്തുകൊണ്ടായിരിക്കും അവർ ഇത്രയും ആത്മാർത്ഥമായി ഉള്ള് നൊന്ത് കരഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? ആ ക്ലാസ്സിൽ പഠിക്കുന്ന അദ്ദേഹം പഠിപ്പിക്കാത്ത അധ്യാപകരും അദ്ദേഹം പഠിപ്പിക്കാത്ത കുട്ടികളുമൊക്കെ എന്തുകൊണ്ടാവും കരഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ജീവിതം എന്തായിരിക്കും എന്ന് നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിലേക്കുള്ള ആകർഷകം, അല്ലെങ്കിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ആണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. പണ്ടൊരിക്കൽ ഭോജ രാജാവിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ പണ്ഡിത സദസ്സിനോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഈ ഭൂമിയിൽ ഏറ്റവും മധുരമുള്ളത് എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോ സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ജിലേബിയാണ്, തേനാണ്, മധുരമുള്ള മുട്ടായിയാണ്, അങ്ങനെ അറിയാവുന്നതെല്ലാം പറഞ്ഞു. രാജാവ് ഇതൊന്നും കേട്ട് തൃപ്തിയായില്ല. രാജാവ് കാളിദാസനായ കവിയോട് ചോദിച്ചു, താങ്കൾക്കൊന്നും പറയാനില്ല? അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മനോഹരമായി സംസാരിക്കുന്ന, ഏറ്റവും മധുരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിക്കുന്ന വാക്കുകൾക്കാണ് ഏറ്റവും മധുരം എന്ന് ഞാൻ കരുതുന്നു. ആ വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ വളർത്താനും തളർത്താനും ജീവിതത്തിന്റെ ഏതറ്റം വരെ കൊണ്ടുപോകാൻ ഒക്കെ സാധിക്കുന്നത് ഈ മനോഹരമായ വാക്കുകൾ കൊണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോഴാണ് ഈ വാക്കുകൾക്ക്, കമ്മ്യൂണിക്കേഷന്, സംസാരത്തിന്, നമ്മുടെ പ്രവൃത്തിക്ക് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ പോലും ചിന്തിച്ചു. ഒരിക്കൽ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറ് പാത്രം തുറക്കുന്നു. അതിൽ ഒരു കത്തുണ്ടാവും. ഈ കുട്ടി ഈ കത്തെടുത്ത് വായിച്ചിട്ട് അറിയാതെ ചിരിക്കും. അപ്പോൾ അടുത്തിരുന്ന കുട്ടികളെല്ലാം അത് നോക്കി. പിറ്റേ ദിവസവും ഇതുപോലെ പാത്രം തുറന്നപ്പോൾ കുട്ടിക്ക് ഒരു കത്ത് കിട്ടി. ആ കത്ത് തുറന്ന് വായിച്ചു. അപ്പോൾ മറ്റുള്ളവർക്ക് അടുത്ത് വന്നു, നീ എന്ത് കണ്ടിട്ടാണ് ചിരിക്കുന്നത്? ഇതിൽ എന്തെങ്കിലും സ്പെഷ്യൽ മീൻ പൊരിച്ചതോ മറ്റോ ഉണ്ടോ? എന്തായിരിക്കും നിനക്ക് ചിരിക്കുന്നത്? അപ്പോൾ അവൻ ആ കത്ത് കുട്ടികൾക്ക് കൈകാണുന്നു. അമ്മ എഴുതിയതാണ് കത്ത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ നടന്ന ചെറിയ ചില സംഭവങ്ങൾ മനോഹരമായി ഇവന് വായിച്ചാൽ ചിരി വരത്തക്ക രീതിയിൽ എഴുതിയിരിക്കുന്നു. ഈ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിറ്റേ ദിവസവും ഇതുപോലെ ഉച്ചയ്ക്ക് പാത്രം തുറക്കുമ്പോൾ ഇതുപോലൊരു രസകരമായ കത്ത്. കുട്ടികൾ, ആ ക്ലാസ്സിലുള്ള കുട്ടികളും അടുത്ത ക്ലാസ്സിലുള്ള കുട്ടികളും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് അറിയാൻ തുടങ്ങി. ക്ലാസ്സിലുള്ള അധ്യാപകരൊക്കെ എല്ലാവർക്കും ഉച്ചയ്ക്ക് കുട്ടി പാത്രം തുറക്കുമ്പോൾ എന്തായിരിക്കും അടുത്ത കത്ത് എന്ന് വായിച്ചത്. ആ സ്കൂളിലും നാട്ടുകാർക്കൊക്കെ അത് വളരെ പ്രശസ്തമായി, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായി. വളരെ ചെറിയൊരു കത്ത് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണ് ഇത് നമ്മൾ ഓർത്തു പോകുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവർ കാണിക്കുന്ന ചെറുതും വലുതുമായ പ്രവൃത്തികൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിലാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഈ വളരെ, അതായത് നമ്മളുടെയൊക്കെ ഉള്ളിൽ നമ്മളെ ഭരിക്കുന്നത് നമ്മളുടെ ചിന്താഗതികൾ, നമ്മളുടെ ഈഗോയാണ്, നമ്മളുടെ അഹന്തയാണ്. അതാണ് നമുക്ക് താഴോട്ട് വരാൻ പറ്റാത്തവണ്ണം നമ്മൾ വേറുന്നത്. ഇതുപോലെ തന്നെ ഭോജരാജവും കാളിദാസനും ഒരിക്കൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. വനത്തിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ വഴി തെറ്റി ഒരു പഴയ ചെറിയ വീട്ടിൽ, കുടിലായ വീട്ടിൽ ചെന്നപ്പോൾ ഈ ഒരു ഭയങ്കരമായി ക്ഷീണിച്ചു പോയി, വിശന്ന് വെള്ളം കുടിക്കാതെയായി. അപ്പോൾ ആ അമ്മ പറഞ്ഞു, മകളെ അകത്തേക്ക് വരും. അകത്തേക്ക് വന്നിരുന്നു. അപ്പോൾ അമ്മയെ ഉണ്ടാക്കി വെച്ചിരുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് കൊടുത്തു, വെള്ളം കൊടുത്തു, ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു, നമുക്ക് പോകാനുള്ള വഴി അറിയാൻ പറ്റുന്നില്ല, അമ്മയൊന്ന് പറഞ്ഞു തരും. അവർ പറഞ്ഞു, വഴി ഞാൻ പറഞ്ഞുതരാം, പക്ഷേ ഇതിൽ 1-2 ചോദ്യങ്ങളുണ്ട്, ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വഴി പറഞ്ഞുതരാം.
അപ്പൊ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്ന് പരിചയപ്പെടുത്തിയാൽ മാത്രം. അപ്പൊ പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ രാജാവാണ്, ഇദ്ദേഹം അവിടുത്തെ പ്രശസ്തനായ കവിയാണ്. അപ്പോൾ ഈ അമ്മ പറഞ്ഞു നിങ്ങൾ എങ്ങനെ രാജാവാകും, നമുക്ക് 2 രാജാവേലുള്ളൂ, ഒന്ന് ഭൂമിയും ആകാശവും. ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഈ അമ്മ വളരെ വ്യത്യസ്തമായ മറുപടി കൊടുത്തു. ഇവർക്കുള്ള അഹങ്കാരം ഓരോന്നായി കുറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ഇവർക്ക് മനസ്സിലായി ഈ അമ്മ നിസ്സാരക്കാരിയല്ല, ഇവരുടെ മുന്നിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അവര് തൊഴുത് കാല് പിടിച്ച് പറഞ്ഞു അമ്മ നമ്മളോട് ക്ഷമിക്കണം. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴാണ് നമ്മളിൽപ്പെട്ട ഒരാളായത്, നിങ്ങൾക്ക് വഴിയിതാ എന്ന് പറഞ്ഞു കൊടുത്തു. അഹന്ത കുറയാനായി, രാജാവാണ് കവിയാണ് എന്നുള്ള ചിന്താഗതിയിൽ താഴേക്ക് വരാൻ അവർക്ക് ഈ ഒരു അമ്മ കാരണമായി വന്നു. അങ്ങനെ അവർ തിരിച്ചറിവുണ്ടായി നമ്മളിൽ ഇനി എന്താണ്, ഏത് കാര്യമാണ്, ഏത് അമ്മയാണ് നമ്മൾക്ക് തിരിച്ചറിവിന് വേണ്ടി വരാൻ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ മരിക്കുമ്പോൾ ഓരോ സസ്യജാലകളും അറിയാവുന്ന എല്ലാവരുടെയും കണ്ണിൽ കണ്ണുനീരുണ്ടാവണം. കബർ വെട്ടുന്ന ആൾ പോലും നിർത്താതെ കരയണം എന്ന രീതിയിൽ വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് ഓർമ്മ ചെയ്യും.